ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ശാന്തിയെയും തന്ത്രിയെയും തൊടരുത് എന്ന് പറയാൻ കാരണമെന്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. അമ്പലത്തിലെ ശാന്തിക്കാരെയും തന്ത്രിമാരെയും ഒന്നും തൊടരുതെന്ന് വിലക്കുമ്പോൾ ഇപ്പോഴും അയിത്തം നിലവിലുണ്ടോ എന്നാണ് അറിവില്ലാത്ത പലരും ചോദിക്കുന്നത്. എന്നാൽ അയിത്തം നിലനിൽക്കുന്നത് കൊണ്ടോ അമ്പലത്തിൽ ഇപ്പോഴും തൊട്ടുകൂടായ്മ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല അങ്ങനെ വിലക്കുള്ളത്. മന്ത്രത്തെ ഉപാസിച്ച് കഴിയുന്ന പൂജാരിയെ അറിയാതെയാണെങ്കിലും സ്പർശിച്ചാൽ അദ്ദേഹത്തിന്റെ മന്ത്രോപാസനാ ബലം നഷ്ടപ്പെടുമെന്നാണ് വിശ്വാസം. എന്നാൽ പൂജിക്കുന്നവരെ മാത്രമല്ല പരസ്പരവും സ്പർശിക്കാതെ കഴിയണമെന്നാണ് വിധി. ആധുനിക യുഗത്തിൽ ഇത് അസാധ്യമാണെങ്കിലും ഇതിനു പിന്നിലെ ശാസ്ത്രീയത ആരും തള്ളിക്കളയാൻ പാടില്ല. പരസ്പർശനത്തിലൂടെ ഒരാളുടെ ശരീരത്തിലെ രോഗാണുക്കൾ മറ്റൊരാളിൽ പ്രവേശിക്കുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ മറ്റൊന്നാണ് യഥാർത്ഥ വസ്തുത. എല്ലാ ജീവജാലങ്ങൾക്ക് ചുറ്റും ഓറ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രഭാമണ്ഡലം സ്ഥിതി ചെയ്യുന്നുവെന്നും അവ തമ്മിൽ സ്പർശിക്കുന്നത് ഗുണകരമല്ലെന്നും ആധുനിക ശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ അമ്പലത്തിൽ മാത്രമല്ല എവിടെയും അസാധ്യമാണെങ്കിലും പരസ്പര സ്പർശം ഒഴിവാക്കേണ്ടതാണ്. താങ്ക്